ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായം അർജുന വിഷാദയോഗം. ധൃതരാഷ്ട്രർ ചോദിക്കുന്നു: ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദ ഉയുത്സവ മാമകാം പാണ്ഡവാശ്ചൈവ കിം അകുർവത സഞ്ജയ. അപ്പോൾ ഒന്നുകൂടെ പദ്യം വായിക്കാം. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമക പാണ്ഡവച്ചൈവ കിം അകുർവത സഞ്ജയ. അല്ലയോ സഞ്ജയ, പുണ്യഭൂമിയായ കുരുക്ഷേത്രത്തിൽ യുദ്ധത്തിനൊരുങ്ങി അണിനിരന്നു നിന്ന എൻ്റെ കൂട്ടരും പാണ്ഡവന്മാരും എന്താണ് ചെയ്തത്? അല്ലയോ സഞ്ജയ, പുണ്യഭൂമിയായ കുരുക്ഷേത്രത്തിൽ, അതായത് മഹത്വമേറിയ ഈ ക്ഷേത്രത്തിൽ യുദ്ധത്തിനൊരുങ്ങി അണിനിരന്നു നിന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടരും പാണ്ഡവന്മാരും എന്താണ് ചെയ്തത്? അപ്പം അതിനുള്ള മറുപടി പറയുകയാണ് സഞ്ജയൻ. ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യ ഉപസംഗമ്യ രാജ വചനബ്രവീത്. ഒന്നുകൂടെ പറയാം. ദൃഷ്ട്വാ തു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തഥാ ആചാര്യ ഉപസംഗമ്യ രാജാവചനബ്രവീത്. വ്യൂഹം ചമഞ്ഞു നിൽക്കുന്ന പാണ്ഡവ സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ് ദ്രോണാചാര്യൻ്റെ മുമ്പിൽ ചെന്ന് പറഞ്ഞതാ. അപ്പോൾ വ്യൂഹം ചമഞ്ഞു നിൽക്കുന്ന പാണ്ഡവ സൈന്യത്തെ കണ്ടിട്ട് ദുര്യോധന മഹാരാജാവ് ദ്രോണാചാര്യൻ്റെ മുമ്പിൽ ചെന്ന് പറയുന്നു. അടുത്ത പദ്യം. പശ്യതാം പാണ്ഡുപുത്രാണ ആചാര്യ മഗധീം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിക്ഷ്യേണ ധീമത. പശ്യതാം പാണ്ഡുപുത്രാണാചാര്യ മഗധീം ചമും വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിക്ഷ്യേണ ധീമത. അല്ലയോ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിമാനുമായ ദ്രുപദപുത്രനാൽ വ്യൂഹം ചമച്ച് നിർത്തപ്പെട്ട ഈ മഹത്തായ സൈന്യത്തെ അങ്ങ് ഒരു നോക്കു നോക്കിയാലും. അടുത്ത പദ്യം. അത്ര ശൂരാമകേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥ ദൃഷ്ടകേതുശ്ചേകിതാന കാശീരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവ യുധാമന്യുശ്ച വിക്രാന്ത ഉത്തൗമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവയേവ മഹാരഥ. ഈ സൈന്യത്തിൽ ശൂരന്മാരും കെങ്കേമന്മാരായ വില്ലാളി വീരന്മാരും യുദ്ധത്തിൽ ഭീമ അർജുന സമന്മാരുമായ സാത്യകി, വിരാടൻ, മഹാരഥനായ ദ്രുപദൻ, ദൃഷ്ടകേതു, ചേകിതാനൻ, വീരനായ കാശിരാജാവ്, പുരുജിത്ത്, കുന്തിഭോജൻ, നരോത്തമനായ ശൈബ്യൻ, വിക്രമമേറിയ യുധാമന്യു, വീരനായ ഉത്തമൗജസ്, അഭിമന്യു, പാഞ്ചാലിപുത്രന്മാർ എന്നിവർ അടങ്ങിയിരിക്കുന്നു. അവരെല്ലാവരും തന്നെ മഹാരഥന്മാരാണ്. അസ്മാകം തു വിശിഷ്ട യേ തനിബോധ ദ്വിജോത്തമ നായക മമ സൈന്യസ്യ
സഞ്ചാർത്തം താൻ ഭ്രമീവിതേ. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ. നായക മമ സൈന്യസ്യ സഞ്ചാർത്തം താൻ ബ്രവീമീത്തേ. അല്ലയോ മഹാബ്രാഹ്മണ, നമ്മുടെ സംഘത്തിൽ വിശിഷ്ടന്മാരായുള്ളവർ ആരെല്ലാമെന്ന് അങ്ങറിഞ്ഞാലും എൻ്റെ സൈന്യത്തിൻ നേതാക്കന്മാരായുള്ളവരെ മാത്രം അങ്ങേ ഓർമ്മിപ്പിക്കുവാൻ ഞാൻ പറയാം. ഭവാൻ ഭീമശ്ച കർണ്ണശ്ച കൃപശ്ച സമിതിം ചെയ്യാം. അശ്വത്ഥാമാവികർണ്ണശ്ച സൗമദത്തിർജയദ്രഥ. ഒന്നുകൂടെ പറയാം. ഭവാൻ ഭീമശ്ച കർണ്ണശ്ച കൃപശ്ച സമിതിം ചെയ്യാം. അശ്വത്ഥാമാവികർണ്ണശ്ച സൗമദത്തിർജയദ്രഥ. അന്യേ ച ഭഗവശൂര മദർദേ ത്യക്തജീവിത. നാനാശസ്ത്രപ്രകരണ സർവേ യുദ്ധവിശാരദ. അങ്ങയും ഭീഷ്മനും കർണനും ജയശീലനായ കൃപരും അപ്രകാരം തന്നെ അശ്വത്ഥാമാവും വികർണനും ഭൂരിസ്രവസ്സും വേറെയും വളരെ വളരെ ശൂരന്മാരും എൻ്റെ സൈന്യത്തിൽ ഉണ്ട്. അവരെല്ലാവരും എനിക്ക് വേണ്ടി ജീവൻ പോലും ത്യാഗം ചെയ്യുവാൻ സന്നദ്ധരാണ്. പലതരം ആയുധങ്ങൾ പ്രയോഗിച്ച് ശത്രുവിനെ നിഗ്രഹം ചെയ്യുവാൻ അതിസമർത്ഥരും യുദ്ധത്തിൽ വിദഗ്ധരുമാണവർ. അപര്യാപ്തം തദാസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം. പര്യാപ്തം സ്വിദമദേക്ഷാം ബലം ഭീമാഭിരക്ഷിതം. അപര്യാപ്തം തദാസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം. പര്യാപ്തം സ്വിദമേദേക്ഷാം ബലം ഭീമാഭിരക്ഷിതം. ഭീഷ്മനാൽ രക്ഷിക്കപ്പെടുന്ന നമ്മുടെ ആ സൈന്യബലം അസമർത്ഥമാണ്. ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന ഇവരുടെ ഈ സൈന്യബലമാവട്ടെ സമർത്ഥവുമാണ്. ഒന്നുകൂടെ കേട്ടു. ഭീഷ്മനാൽ രക്ഷിക്കപ്പെടുന്ന നമ്മുടെ ഈ സൈന്യബലം അസമർത്ഥമാണ്. എന്നാൽ ഭീമനാൽ രക്ഷിക്കപ്പെടുന്ന ഇവരുടെ ഈ സൈന്യബലമാവട്ടെ സമർത്ഥവുമാണ്. ആയനേഷു ജ സർവേഷു യഥാഭാഗമവസ്ഥിത ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി. നിങ്ങളെല്ലാവരും എല്ലാ സേനാപഥത്തിലും അതതു സ്ഥാനത്തു നിന്നുകൊണ്ട് ഭീഷ്മരെ തന്നെ രക്ഷിച്ചാലും. തസ്യ സഞ്ജനായൻ ഗർഷം കുരു വൃദ്ധപിതാമക സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദദ്മൗ പ്രതാപവാൻ. പ്രതാപശാലിയും കുരുവൃദ്ധനുമായ പിതാമകൻ ആരാ? ഭീഷ്മൻ. ആ ദുര്യോധനനെ ഘർഷിപ്പിക്കുമാർ ഉറക്കെ സിംഹനാദം ചെയ്തു ശംഖു വിളിച്ചു. തതശങ്കാച്ച ഭേര്യശ്ച പണവാനക ഗോമുഖ സകസൈവാഭ്യഗന്യന്ത സാ ശബ്ദസ്തു മുലോ അഭവത്. വാതിൽ പിന്നെ ശംഖുകളും ഭേരികളും മൃദംഗങ്ങളും തപ്പട്ടകളും ഗോമുഖങ്ങളും ഉടൻ മുഴങ്ങിത്തുടങ്ങി. അതിലെ എന്തെല്ലാമാണ് ഘോഷം ഉയർത്തിയത്? ശംഖുകളെ, ഭേരികളെ, മൃദംഗങ്ങളെ, തപ്പട്ടുകളെ, ഗോമുഖങ്ങളെ ഉടൻ മുഴങ്ങിത്തുടങ്ങി. ആ ശബ്ദം അതിഘോരമായി എല്ലായിടവും വ്യാപിച്ചു. തതശ്വേതൈർഹയർ ഉക്തേ മഗധി സ്യന്ധനേ സ്ഥിതൗ. തഥ ശ്വേതൈർഹയരുക്തേ മഗധി സ്യന്ധനേ സ്ഥിതൗ മാധവ പാണ്ഡവച്ചൈവ ദിവ്യൗ ശംഖൗ പ്രദത്മധു. അന്നേരം വെള്ളക്കുതിരകളോടുകൂടിയ വമ്പിച്ച രഥത്തിൽ സ്ഥിതി ചെയ്യുന്ന കൃഷ്ണനും അർജുനനും ദിവ്യങ്ങളായ ശംഖുകൾ ഉറക്കെ വിളിച്ചു.
പാഞ്ചജന്യം ഋഷികേശോ ദേവദത്തം ധനജ്ഞയാ പൗണ്ഡ്രം ദദ്മൗ മഹാശംഖം ഭീമകർമാവൃകോദര. കൃഷ്ണൻ പാഞ്ചജന്യത്തെയും അർജുനൻ ദേവദത്തത്തെയും ഘോരകർമാവായ ഭീമൻ പൗണ്ഡ്രം എന്ന മഹാശംഖത്തെയും വിളിച്ചു. അനന്തവിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര നകുലം സഹദേവച്ച സുഘോഷണമണിപുഷ്പകൗ കാശ്യച്ച പരമേശ്വാസ ശിഖണ്ഡീ ച മഹാരഥ ദൃഷ്ടദ്യുമ്നോ വിരാടച്ച സാധ്യകിച്ച പരാജിത ദ്രുപദോ ദ്രൗപദേയാച്ച സർവശ പൃഥ്വീപദേ സൗഭദ്രജ്ജ മഹാബാഹു ശങ്കാൻ ദത്മു പൃഥക് പൃഥക്. രാജാവും കുന്തിപുത്രനുമായ യുധിഷ്ഠിരൻ അനന്ത വിജയത്തെയും നകുലൻ സുഘോഷത്തെയും സഹദേവൻ മണിപുഷ്പകത്തെയും മഹാവില്ലാളിയായ കാശിരാജാവ് മഹാരഥനായ ശിഖണ്ഡിയും ദൃഷ്ടദ്യുമ്നനും വിരാടനും അപരാജിതനായ സാത്യകിയും ദ്രുപദനും പാഞ്ചാലിപുത്രന്മാരും മഹാബാഹുവായ അഭിമന്യുവും അവരവരുടെ ശംഖുകളെയും അല്ലയോ മഹാരാജാവേ അവരെല്ലാവരും വേറെ വേറെ മുഴക്കി. സഘോഷോദാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത് നഭച്ച പൃഥ്വീം ചൈവ തുമലോ വിനുനാഥയൻ. ആ ഘോര ആരവവും ആകാശത്തെയും ഭൂമിയെയും മാറ്റൊലിക്കൊള്ളിച്ചുകൊണ്ട് അങ്ങയുടെ പുത്രന്മാരുടെ ഹൃദയങ്ങളെ പിളർക്കുന്നു. അതവ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജ പ്രവൃത്തേ ശസ്ത്രസംധാതേ ധനുർയുദ്ധ്യമ പാണ്ഡവ ഋഷികേശം തഥാ ഭാഗ്യം ഇതമാകമഗീപതേ. അല്ലയോ ഭൂപതേ, ആയുധവർഷം ആരംഭിക്കാറായപ്പോൾ ശരി കുറച്ചു നിൽക്കുന്ന ധാർത്തരാഷ്ട്രന്മാരെ കണ്ട് തൻ്റെ വില്ല് ഉയർത്തിപ്പിടിച്ച് കപിധ്വജനായ അർജുനൻ കൃഷ്ണനോട് ഇപ്രകാരം പറഞ്ഞു. സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേ അച്യുത യാവദേതാ നിരീക്ഷേ അഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഖയോദ്ധവൃസ്മസ്മിൻ രണസമുദ്യമേ യോത്സ്യമാനാനവേക്ഷേഹം യേത്ര സമാഗത ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേ യുദ്ധേ പ്രിയ ചികീർഷവ. ദുഷ്ടബുദ്ധിയായ ദുര്യോധനനെ യുദ്ധത്തിൽ സന്തോഷിപ്പിക്കുവാനായി ഇവിടെ വന്നിരിക്കുന്നവരെയും ഈ യുദ്ധത്തിൽ ഞാൻ ആരോടല്ല എതിർക്കണമോ അവരെയും യുദ്ധത്തിൽ തൽപരന്മാരായി ഇവിടെ വന്ന് നിൽക്കുന്നവരെ എനിക്ക് നല്ലവണ്ണം കാണുന്നതിനും യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കുന്നവരെ എനിക്ക് നല്ലവണ്ണം നോക്കുന്നതിനും അല്ലയോ അച്യുത എൻ്റെ രഥത്തെ രണ്ട് സൈന്യത്തിൻ്റെയും നടുവിലായി നിർത്തിയാലും എന്ന് സഞ്ജയൻ പറഞ്ഞു. ഏവമുക്തോ ഋഷികേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിദ്വാരതോ മധ്യേ ഭീഷ്മദ്രോണാ പ്രമുഖത സർവേഷാച്ചമഗീക്ഷിതാം ഉവാച പാർത്ഥ പശ്യതാൻ സമവേദാൻ കുരുനിധി. അല്ലയോ രാജാവേ, ഉന്നിദ്രനായ അർജുനൻ പറഞ്ഞത് കേട്ട് ഭീഷ്മദ്രോണാദികളുടെയും എല്ലാ രാജാക്കന്മാരുടെയും എതിരിലായി കൃഷ്ണൻ ആ ഉത്തമ രഥത്തെ നിർത്തി. അതിൽ പിന്നെ അല്ലയോ അർജുന, കൂട്ടം ചേർന്ന് നിൽക്കുന്ന ഈ കൗരവന്മാരെ കണ്ടാലും എന്ന് പറയുകയാണ്. തത്ര പശ്യത് സ്ഥിതാൻ പാർശ്വ പിതൃന്നത പിതാമകൻ ആചാര്യാൻ മാതുലൻ ഭ്രാതൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തദാ സുശ്ചുരാൻ സുഹൃതച്ചൈവ സേനയോർ ഭയോരഭി. അപ്പോൾ ഇരു സേനയിൽ നിൽക്കുന്ന പിതാക്കന്മാരെയും പിതാമകന്മാരെയും ആചാര്യന്മാരെയും മാതുലന്മാരെയും സഹോദരന്മാരെയും പുത്രന്മാരെയും പൗത്രന്മാരെയും തോഴന്മാരെയും ശ്വശുരന്മാരെയും സുഹൃത്തുക്കളെയും അർജുനൻ കണ്ടു. താൻ സമീക്ഷ്യ സ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടു വിഷീതന്നിതബ്രവീത്. ആ അർജുനൻ അവിടെ നിൽക്കുന്ന ആ ബന്ധിയനത്തെയെല്ലാം കണ്ട് കൃപാതിരേകത്തോടുകൂടി വിഷാദിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു.
ദൃഷ്ടേമം സ്വജനം കൃഷ്ണായുൽസും സമുപസ്ഥിതം സീതന്തി മമ ഗാത്രാണി മുഖച്ച പരിശുഷ്യതി വേപതുച്ച ശരീരേ മേ രോമകർഷച്ച ജായതേ ഗാണ്ഡീവം സ്രംസദേഹസ്താത് തെക്ചൈവ പരിതഗ്യതേ ന ച ശക്നോമ്യവസ്ഥാതും ഭ്രമദീവച്ച മേ മന നിമിത്താനി ച പശ്യാമി വിപരീതാനി കേശവ. അപ്പോൾ അല്ലയോ കൃഷ്ണ, യുദ്ധത്തിനായി ഒരുങ്ങി നിൽക്കുന്ന ഈ ബന്ദിയനത്തെ കണ്ടിട്ട് എൻ്റെ അംഗങ്ങൾ തളരുന്നു, എൻ്റെ വായു വരളുന്നു, ശരീരം വിറയ്ക്കുകയും ചെയ്യുന്നു. ഗാണ്ഡീവം കയ്യിൽ നിന്ന് പിടിമുറുകാതെ വീഴുന്നു. ദേഹത്തിലെ തൊലി തന്നെയും എരിപൊരി കൊള്ളുന്നു. ഉറച്ചു നിൽക്കുവാൻ ഞാൻ ശക്തനല്ല. എൻ്റെ മനസ്സ് സംഭ്രമിക്കുന്നത് പോലെ തോന്നുന്നു. അല്ലയോ കേശവ, വിപരീതങ്ങളായ ശകുനങ്ങളും ഞാൻ കാണുന്നു. ന ചാശ്രയോനുപശ്യാമി ഹത്വാ സ്വജനമാഘവേ ന കാംക്ഷേ വിജയം കൃഷ്ണ ന ച രാജ്യം സുഖാനി ച കിം നോ രാജ്യന ഗോവിന്ദ കിം ഭോഗൈർജീവിതേന വാ. സ്വജനത്തെ യുദ്ധത്തിൽ നശിപ്പിച്ചിട്ട് ശ്രേയസ്സൊന്നും ഞാൻ കാണുന്നില്ല. ഞാൻ വിജയത്തെ ആവട്ടെ രാജ്യത്തെ ആവട്ടെ ആഗ്രഹിക്കുന്നില്ല. സുഖങ്ങളൊന്നും എനിക്ക് വേണ്ട. അല്ലയോ കൃഷ്ണ, ഞങ്ങൾക്ക് രാജ്യം എന്തിന്? സുഖ അനുഭവങ്ങളും ജീവിതം തന്നെ എന്തിന്? യേഷാമർദ്ദേ കാക്ഷിതം നോ രാജ്യം ധോകാ സുഖാനി ച തൈമേ അവസ്ഥിതായുദ്ധേ പ്രാണസ്തൃക്വാധനാനി ച ആചാര്യ പിതരപുത്രാസ്തഥൈവ ച പിതാമഹ മാധുലാ ശുശ്രുരാ പൗത്ര സ്യാലാ സംബന്ധീനസ്തത. ഞങ്ങൾ ആർക്കു വേണ്ടി രാജ്യത്തെയും സുഖഭോഗങ്ങളെയും കാക്ഷിക്കുന്നുവോ ആ ആചാര്യന്മാരും പിതാക്കന്മാരും പുത്രന്മാരും അങ്ങനെ തന്നെ പിതാമകന്മാർ, മാതുലന്മാർ, ശശൂരന്മാർ, പൗത്രന്മാർ, സ്യാലന്മാർ എന്നിവരും അതുപോലെ തന്നെ ബന്ധിയനങ്ങളും എല്ലാം ജീവനും ധനവും ത്യജിച്ച് പോർക്കളത്തിൽ ഇറങ്ങി നിൽക്കുന്നു. ഏതാന്ന ഹന്തുമിച്ഛാമി ഘ്നതോപി മധുസൂദന അഭി ത്രൈലോക്യരാജ്യസ്യ ഏതോ കിന്നു മഹീകൃതേ. അല്ലയോ കൃഷ്ണ, എന്നെ അവർ കൊല്ലുന്നതായാലും ത്രൈലോക്യാധിപത്യം തന്നെ എനിക്ക് കിട്ടുന്നതായാലും ഞാൻ അവരെ ഖനിക്കുന്നതിന് ആഗ്രഹിക്കുന്നില്ല. പിന്നെയാണോ ഈ ഭൂമിക്ക് വേണ്ടി നിഹത്യാർത്ഥ രാഷ്ട്രാന്ന കാ പ്രീതി സ്യാ ജനാർദ്ദന പാപമേവാശ്രയേതസ്മാൻ കഥ്യൈതാനാദനാദീന. അല്ലയോ കൃഷ്ണ, ഈ ധൃതരാഷ്ട്രപുത്രന്മാരെ നശിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് എന്ത് സന്തോഷമാണുണ്ടാകുക? ആദതായികളായ ഇവരെ കൊല്ലുന്നതായാലും ഞങ്ങളെ പാപം തന്നെ ബാധിക്കും. തസ്മാനാർഘാവയം ഗന്ധും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം യേ കഥം ഗത്വാ സുഖിന ശ്യാമ മാധവ. അല്ലയോ കൃഷ്ണ, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വന്തം ബന്ധുക്കളായ ധാർത്തരാഷ്ട്രന്മാരെ കൊല്ലുവാൻ പാടില്ല. സ്വജനത്തെ ഹനിച്ചിട്ട് സ്ത്രീകളാകുന്നതെങ്ങനെ? ദുരാശയാൽ ദുഷ്ടയുക്തരായിത്തീർന്നു. ദുരാശ കൊണ്ട് ദുഷ്ടന്മാരായിത്തീർന്നു ഇവർ. കുലക്ഷയം കൊണ്ടുള്ള ദോഷത്തെയും മിത്രദ്രോഹം കൊണ്ടുള്ള പാപത്തെയും കാണുന്നില്ലെങ്കിലും അല്ലയോ കൃഷ്ണ ഭഗവാനെ, കുലക്ഷയത്താൽ ഉണ്ടാകുന്ന ദോഷത്തെപ്പറ്റി അറിവുള്ള ഞങ്ങൾ ഈ പാപത്തിൽ നിന്ന് പിന്മാറുവാൻ അറിവില്ലാത്തവരാകുമോ? കുലക്ഷയെ പ്രണശ്യന്തി കുലധർമ്മ സനാതന ധർമ്മേ നഷ്ടേ കുലം കുൽസ്ന അധർമ്മോ അഭിഭവദ്യുത. കുലക്ഷയത്താൽ സനാതനായ കുലധർമ്മം നശിക്കുന്നു. ധർമ്മം നശിക്കുമ്പോൾ കുലത്തെ മുഴുവൻ അധർമ്മം ബാധിക്കുന്നു. അധർമ്മ അഭിഭവാൽ കൃഷ്ണ പ്രദുഷ്യന്തി കുലസ്ത്രീയ സ്ത്രീഷു ദുഷ്ടാസു വാർഷ്ണേയ ജായതേ വർണ്ണശങ്കര. അധർമ്മം ആക്രമിച്ചാൽ കുലസ്ത്രീകൾ ദുർവൃത്തകളാകും. സ്ത്രീകൾ ദുഷിച്ചാൽ ജാതി കലർപ്പുണ്ടാകും. സംഘരോ നരകായിവ കുലജ്ഞാനം കുലസ്യജ പതന്തി പിതരോ യേഷാം ലുപ്തപിണ്ഡോദകക്രിയ. കുലം നശിപ്പിക്കുന്നവർക്കും കുലത്തിന് ജാതിക്കലർപ്പ് നരകഹേതുവായിത്തീരും. ഇവരുടെ പിതൃക്കൾ പിണ്ടക്രിയയും ഉദകക്രിയയും ഇല്ലാതെ നരകത്തിൽ വീഴുന്നു. ദുഷ്ടൈരേധൈ കുലജ്ഞാന വർണ്ണശങ്കരകാരകൈ ഉത്സാധ്യന്തേ ജാതിധർമ്മ കുലധർമാച്ച ശാശ്വത. ജാതിക്കലർപ്പുണ്ടാകുന്ന കുലജ്ഞന്മാരുടെ ഈ പാപങ്ങളാൽ ശാശ്വതമായ ജാതിധർമ്മങ്ങളും കുലധർമ്മങ്ങളും നശിച്ചു പോകുന്നു. ഉത്സന്ന കുലധർമ്മാണ മനുഷ്യാണ ജനാർദ്ദന നരകേ നിയതം വാസോ ഭവതീധ്യന്യു ശുശ്രുമ. കുലധർമ്മങ്ങൾ നശിച്ച മനുഷ്യർക്ക് എപ്പോഴും നരകത്തിൽ തന്നെയാണ് പാർപ്പെന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്.
അഹോബത മകൽപാപം കർത്തും വ്യവസ്ഥിതാ വയം യദ്രാജ്യസുഖലോഭേന ഖന്തും സ്വജനം മുദ്യത. രാജ്യസുഖങ്ങളിൽ ദുരാശയരുത്തി സ്വജനത്തെ വധിക്കുവാൻ ഒരുങ്ങുകൊണ്ട് അഘോ കഷ്ടം ഘോരമായ പാപം ചെയ്യുവാൻ യത്നിച്ചു പോയല്ലോ. യതിമ അപ്രതീകാരമശസ്ത്രം ശസ്ത്രപാണയാ ധാർത്തരാഷ്ട്രരണേ അന്യസ്തതേ സ്നേമതരം ഭവേത്. ആയുധധാരികളായ ധാർത്തരാഷ്ട്രന്മാർ എതിർത്തു ചെല്ലാത്ത നിരായുധനായ എന്നെ യുദ്ധത്തിൽ കൊല്ലുകയാണെങ്കിൽ അതെനിക്ക് ക്ഷേമതരമായിത്തീരും. ഏവം ഉക്ത്വാ അർജുന സംഖ്യേ രഥോപസ്ഥ ഉപാവിശത് വിസൃജ്യ സശരം ചാപം ശോകസംവിമാനസ. ഇങ്ങനെ പറഞ്ഞ് അർജുനൻ ശോക ആകുലമായ മനസ്സോടുകൂടി ആ യുദ്ധഭൂമിയിൽ അമ്പോടുകൂടി വില്ലിനെ എറിഞ്ഞു കളഞ്ഞ് തേർത്തട്ടിൽ അടങ്ങിയിരിക്കുന്നു. അർജുന വിഷാദയോഗം എന്ന 1-ാം അധ്യായമാണ് ഇവിടെ പാരായണം ചെയ്ത് പറഞ്ഞത്. ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അധർമ്മം പലതും നേടിയെടുക്കാൻ വേണ്ടി ജീവിതത്തിൽ അധർമ്മം സ്ഥാപിച്ച് മനുഷ്യരെ ലോകത്തെ മൊത്തവും നരകത്തട്ടിലേക്ക് ആക്കുന്ന രീതിയിൽ ചെയ്യുന്ന പ്രവൃത്തികളാണ് ലോകത്തെ നാശത്തിലേക്ക് എത്തിക്കുന്നത്. സത്യത്തിൻ വഴി പോയാൽ ഒരു ശത്രുക്കളും ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. സത്യം ജയിക്കും, ലോകം നന്നാകും, മനുഷ്യർ നന്നാവും. അപ്പോൾ ഒരു തെറ്റുകൾ കണ്ടാൽ അവിടെ നമ്മൾ തിരുത്തുക, നമ്മൾ ആ തെറ്റ് കാട്ടിക്കൂട്ടുന്നിടത്ത് കൂട്ടു നിൽക്കാതെ നിൽക്കുക, മാറിപ്പോവുക. അവിടെ സത്യത്തിൻ്റെ മുന്നിൽ നമ്മൾ ഒറ്റപ്പെട്ടാൽ പോലും സത്യത്തെ മറന്നുകൊണ്ട് ജീവിതത്തെ ഉയർത്തിപ്പിടിക്കാതിരിക്കുക. സത്യത്തിൻ വഴി കിട്ടുന്ന ധനമാണ് ധനം, സത്യത്തിൻ വഴി കിട്ടുന്ന തേജസ്സാണ് തേജസ്, ആ ഐശ്വര്യമാണ് ഈശ്വരൻ, അതാണ് ആത്മാവ്. ആ സത്യത്തെ അറിയുക. ഇന്ന് ഈ ഭഗവത്ഗീതയുടെ 1-ാം അധ്യായം ഞാൻ പറഞ്ഞു, ആവുന്നതുപോലെ പാനം ചെയ്തു. ഇത് എല്ലാ ഗൃഹത്തിലുള്ള ഓരോ അമ്മമാരും കുഞ്ഞുങ്ങളും ഈ പാഠം ചെയ്യണം, പാനം ചെയ്യണം. ആവുന്ന പോലെ ഈ കലിധർമ്മത്തിൽ നമ്മൾ ഒന്നിച്ച് ജീവിത സത്യധർമ്മത്തിൻ്റെ കൂടെ നിൽക്കാൻ നമ്മൾ ഒന്നിച്ച് നിൽക്കണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ, നന്മ വരട്ടെ. എല്ലാവരും ഈ വീഡിയോ കാണണം, എല്ലാവരുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകണം.